ഞാൻ തൊൽഹത്ത് റോയൽ കസ്റ്റം മോട്ടോഴ്സ് കാവന്നൂർ. ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് റോയൽ എൻഫീൽഡ് ഡിസ്കണ്ടിന്യൂഡ് ചെയ്ത ഒരു വണ്ടിയാണ് കേട്ടോ. നിർത്തിപ്പോയ ഒരു വണ്ടിയാണ്. അതായത് റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡ് 500. അപ്പം ഇത് വല്ലാതെ മാർക്കറ്റിൽ വല്ലാതെ ഒരു ക്ലിക്ക് ആവാത്തൊരു വണ്ടി എന്ന് പറയാം. കാരണം ഇതിൻ്റെ മൈലേജാണ് പ്രശ്നം. അതായത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ മൈലേജ് വിഷയമില്ലാത്ത ആളുകൾക്ക്, മൈലേജ് എന്ന് പറഞ്ഞ ഒരു കൺസിഡർ ചെയ്യാത്ത ആളുകൾക്ക് ഒരു പവർഫുൾ വണ്ടി വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പറ്റിയ നല്ലൊരു വണ്ടിയാണ് റോയൽ എൻഫീൽഡ് 500 സ്റ്റാൻഡേർഡ് 500. അപ്പോൾ ഇത് വലിയൊരു മെയിൻ്റനൻസ് ഒന്നും വരുന്ന ഒരു വണ്ടിയല്ല. അപ്പോൾ 500 ക്ലാസിക്കിൻ്റെ ഒന്നും പോലെ തന്നെ വലിയ രീതിയിൽ മെയിൻ്റനൻസ്, പിന്നെ ക്ലാസിക്കിന് വലിയൊരു വിഷയം, ഫ്യൂവൽ പമ്പിൻ്റെ വിഷയം, ഇഞ്ചക്ടറിൻ്റെ വിഷയങ്ങളായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിരുന്നു. കാരണം ആ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയ സമയത്ത് ഇതിൻ്റെ ശരിക്ക് അതിൻ്റെ ഒരു അവയർനെസ്സിലെ മെക്കാനിക്കുകൾ നമ്മുടെ നാട്ടിൽ കുറവായിരുന്നു എന്നതാണ് വാസ്തവം. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു വണ്ടിയിലുള്ള പ്രശ്നങ്ങൾ കറക്റ്റായിട്ട് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാനും കൊണ്ടുനടക്കാൻ ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതായത് ആ പ്രശ്നങ്ങൾ ഷോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടി ആൾക്കാർ കഴിഞ്ഞിട്ടില്ലാണ് സത്യം. അപ്പോൾ ആ ഒരു സമയത്ത് ഇറങ്ങിയിട്ടുള്ള വണ്ടി തന്നെയാണ് 500 സ്റ്റാൻഡേർഡ് 500. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 27.2 BHP പവറുള്ള വണ്ടിയാണ്. അതേമാതിരി 43 സംതിങ് ഘട്ടം ടോർക്കും വണ്ടിക്കുണ്ട്. അതായത് നല്ല പിന്നെ മിഡ് റേഞ്ചിലാണെങ്കിലും നല്ല പിന്നെ ഹൈ എൻഡിലാണെങ്കിലും നല്ല പെർഫോമൻസ് വരുന്ന വണ്ടി തന്നെയാണ് ഈ 500 എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ്. പിന്നെ സ്റ്റാൻഡേർഡ് എന്നൊരു വണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ, സ്റ്റാൻഡേർഡ് എന്നൊരു സെഗ്മെന്റ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നല്ല ഒരു മറ്റേ ടോർക്കോടുകൂടി കൊണ്ടെടുക്കാൻ പറ്റിയ വണ്ടിയാണ് കേട്ടോ. പിന്നെ ബാക്കിലെ ടയർ തന്നെയാണെങ്കിലും ഒരു 18 ഇഞ്ച് വരുന്നതുകൊണ്ട് തന്നെ, പിന്നെ ക്ലാസിക് സ്റ്റാൻഡേർഡിന് വരുന്ന 19 ഇഞ്ചാണ്. കുറച്ചൊരു ഹൈറ്റ് കുറഞ്ഞ ആളുകൾക്കും കൂടെ കൺസിഡർ ചെയ്യാവുന്ന വണ്ടിയാണ്. മാർക്കറ്റിൽ എത്രത്തോളം അവൈലബിൾ ആണ് എന്ന് പറയില്ല. എന്നാലും കുറച്ച് മാർക്കറ്റ് ഇതിൻ്റെ സാധാരണ ഒരു മാർക്കറ്റ് വാല്യൂ കുറച്ച് ലോ ആണ്. എന്നാലും ഒരു 20-25 മാക്സിമം ഒരു 20-25 കിലോമീറ്റർ 30 കിലോമീറ്ററാണ് കമ്പനി മൈലേജ് അവകാശപ്പെടുന്നത്. എന്നാലും 20 നല്ലോണം മെയിൻ്റെനൻസ് ചെയ്ത വണ്ടി, സർവീസ് ചെയ്ത് കൊണ്ടുവരുന്ന വണ്ടി 20-25 കിലോമീറ്ററോളം മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ ഇപ്പം നല്ല പവർഫുൾ ആയിട്ട് 500, 650, 700, 800 CC വണ്ടികളൊക്കെ ഇറങ്ങാൻ തുടങ്ങിയതിന് ശേഷം തന്നെ ഇപ്പോഴാണ് ഞാൻ പറഞ്ഞല്ലോ കാലത്തിന് മുന്നേ പറഞ്ഞൊരു വണ്ടി എന്ന് തന്നെ ഇതിനൊക്കെ പറയാട്ടോ ഞാൻ. അപ്പം ഒരു ടൂറിങ്, അതായത് ലോങ് റൈഡിന് ഉപയോഗിക്കാൻ പറ്റിയൊരു വണ്ടി കൂടിയാണ് എന്ന് തന്നെ ഇതിനെക്കുറിച്ച് പറയാം എനിക്ക്. ലോങ് ആയിട്ട് ഓടിക്കുന്ന ആളുകൾക്ക് പിന്നെ സ്റ്റാൻഡേർഡിൻ്റെ ആ ഒരു കറക്റ്റ് ആ ഒരു പിന്നെ കൊണ്ട് നടക്കുന്ന ആ രീതിയിൽ നല്ല പവർഫുൾ ആയിട്ട് നല്ല പിക്കപ്പും നല്ല പെർഫോമൻസ് ആയിട്ട് കൊണ്ടെടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. പിന്നെ പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് പറയാനുള്ളതാണ്, ഈ ഒരു വണ്ടിയെ നിങ്ങൾ പരിചയപ്പെടുത്തുക എന്ന് മാത്രമേ എനിക്കിതുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 500 CC ആയതുകൊണ്ട് ക്വാളിറ്റി വൈസ് സെൽഫ് മോട്ടർ ആണെങ്കിൽ ഡെൻസോൻ്റെ ആണ് വരുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ പിന്നെ സെൽഫിൻ്റെ മോട്ടറിനൊന്നും വളരെ റയറായിട്ടേ കംപ്ലൈൻറ്റ് വരാറുള്ളൂ. 14 സംതിങ് ആ സമയത്ത് വില ഉണ്ടായിരുന്ന മോട്ടറാണ്. പിന്നെ കാർബറേറ്ററിനും വല്ലാത്തൊരു വിഷയങ്ങളൊന്നും നിലവിൽ കണ്ടുവന്നിട്ടില്ല. ഇപ്പോൾ ഈ ഒരു വണ്ടി തന്നെ 75 കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പം 75,000 കിലോമീറ്റർ ഓടിയിട്ടും എഞ്ചിന് ക്രാങ്കിനോ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ ഈ ബ്രേക്കിംഗ് പീരീഡിൽ, അതായത് വണ്ടി ഇറങ്ങിയ ഉടനെ തന്നെ ഇതിൻ്റെ പവറും പെർഫോമൻസും ചെക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. അല്ലെങ്കിൽ ടൂർ പോകാൻ സമയത്ത് 80, 90, 100 പിടിച്ചിട്ട് ഓടുന്ന വണ്ടിയാണ്. ക്രാങ്ക് പെട്ടെന്ന് വീക്കാവുന്നൊരു വിഷയം ഈ ഒരു വണ്ടിക്ക് 500 CC ഉണ്ട്. ക്രാങ്കിൻ്റെ നോയ്സ് വരുന്നൊരു പ്രശ്നമുണ്ട്. അതേമാതിരി സിലിണ്ടർ കിറ്റിനും കുറച്ചൊരു എക്സ്പെൻസീവ് ആണ്. അപ്പോൾ നല്ലവണ്ണം മെയിൻറ്റെയിൻ ചെയ്ത് വണ്ടി, ക്രാങ്കിൻ്റെ സൗണ്ടൊന്നും ഇല്ലാത്തൊരു വണ്ടിയാണെങ്കിൽ നല്ല ഒരു ലോ റേഞ്ചിൽ അത്യാവശ്യം ഒരു വില കുറഞ്ഞ രീതിയിൽ നമുക്ക് നല്ല മൈലേജ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നില്ല. മൈലേജ് നിങ്ങൾക്ക് ഒരു വിഷയമല്ല. ഇപ്പം അങ്ങനെ പവർഫുൾ ആയിട്ടുള്ള വണ്ടിക്കൊന്നും മൈലേജ് ഇല്ലല്ലോ. അപ്പോൾ മൈലേജ് നിങ്ങൾ പരിഗണിക്കാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന ഒരു വണ്ടിയാണ് 500 എന്നുള്ള സ്റ്റാൻഡേർഡ് 500. അപ്പം കംപ്ലൈൻസ് പൊതുവെ പിന്നെ നമ്മുടെ സ്റ്റാർട്ടിംഗ് മോട്ടറിൻ്റെ സെൽഫിൻ്റെ 1 വേ ക്ലച്ചിൻ്റെ വിഷയങ്ങൾ, 1 വേ ക്ലച്ച് എപ്പോഴും ഒറിജിനൽ തന്നെ ഉപയോഗിക്കാൻ നോക്കുക. അതെ, ഇതിനൊരു കംപ്ലൈൻസ് ആയിട്ട് പറയാനുള്ള ചെയിൻ സ്പോക്കറ്റ് 500 തന്നെ അത്യാവശ്യം നല്ല ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും സാധാരണ ഒരു ക്ലാസിക്കിന് സ്റ്റാൻഡേർഡ് ഉണ്ടാകുന്ന സാധാരണ കോമൺ കംപ്ലൈൻസ് തന്നെ ഇതിനുണ്ടാവാറുള്ളൂ. വേറെ അധികമായിട്ട് വേറെ ഒന്നുമില്ല. പിന്നെ അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ലോ റേഞ്ചിൽ, മാർക്കറ്റ് റേഞ്ചിൽ ഏറ്റവും മാർക്കറ്റ് വില കുറഞ്ഞിട്ട് നല്ലൊരു പെർഫോമൻസ് വണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റിയൊരു വണ്ടിയാണ് സ്റ്റാൻഡേർഡ് 500. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടൻ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.